Hi friends, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആലു കടായിൻ്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ്. നമുക്ക് ചിക്കനൊന്നും ഇല്ലാതെ തന്നെ നല്ല ചിക്കൻ്റെ ഒരു ഫ്ലേവർ കിട്ടും കേട്ടോ. അത് ഇതുപോലെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റുമാണ്, അതുപോലെ വളരെ ഈസിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ഉപ്പ് മാത്രം പുരട്ടി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 4 ഉരുളക്കിഴങ്ങ് ഞാൻ തൊലി കളഞ്ഞ് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ളതാണ്. ഇതിൽ നമ്മൾ വേറെ മസാലകളൊന്നും ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല, ഉപ്പ് മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇത് നമുക്ക് ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിത് പാനിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ പച്ചയായിട്ട് തന്നെ മസാലയിലേക്ക് ചേർത്തിട്ട് അങ്ങനെയും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം അത്യാവശ്യത്തിനായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിത് കോരി മാറ്റാം. ഒരുപാട് സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് ഫ്രൈ ആക്കിയിട്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നാൽ മതി. ആ ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഒരു ടേസ്റ്റ് നമ്മുടെ ഉരുളക്കിഴങ്ങിന് ഉണ്ടായാൽ മതി കേട്ടോ, അത്രയും മതി. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി ഇതേ ഓയിൽ തന്നെയാണ് നമ്മൾ ഇതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റിയിട്ട് ചെയ്യാം കേട്ടോ. ഇനി നമ്മളിതിലേക്കൊരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകം എന്ന് പറഞ്ഞാൽ നല്ല ജീരകമാണ്. ഇനി ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം കൂടെ ചേർക്കുന്നുണ്ട്. ചെറിയ ജീരകത്തിൻ്റെ പകുതിയാണ് നമ്മൾ വലിയ ജീരകം എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ചെറിയൊരു കഷ്ണം പട്ട, അതുപോലെ 2 ഏലക്ക, ഒരു 2 ഗ്രാമ്പും കൂടെ ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർക്കുന്നുണ്ട്. ഇതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു 2 ഉള്ളി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി എന്ന് പറഞ്ഞാൽ സവാളയാണ്. ചിലർക്ക് ഉള്ളി എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷനാണ് എപ്പോഴും, ചെറിയ ഉള്ളിയാണോ വലിയ ഉള്ളിയാണോ എന്നുള്ളത്. നമ്മൾ വലിയ ഉള്ളി എന്നാണ് പറയാറുള്ളത് കേട്ടോ, പല ഭാഗത്തും സവാള എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഇതൊന്ന് ഒരുപാടൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു അളവിലേക്ക് ഇത്രയും മതി. ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ളൊക്കെ അങ്ങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ ഗ്രേവിയൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവൊക്കെ നിങ്ങൾ കൂട്ടി കൊടുത്താൽ മതി. ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറി വരുന്ന സമയത്ത് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകൊക്കെ എരിവ് കൂടുതൽ ആവശ്യമായിട്ടുള്ളവർക്ക് കൂടുതലായിട്ട് ചേർക്കാം. അപ്പം ഞാൻ അതിൻ്റെ അളവൊന്നും പറയണില്ല കേട്ടോ. പലർക്കും ഒരുപാട് സ്പൈസി ആയിട്ടൊക്കെ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവൊക്കെ നിങ്ങൾ കൂട്ടി കൊടുക്കുക. ഇത് ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് 2 തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തക്കാളി അരക്കണ്ട എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ചെറുതാക്കി തക്കാളി അരിഞ്ഞിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുക. തക്കാളി അരച്ചിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രേവി കുറച്ചും കൂടെ നല്ല കട്ടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ തക്കാളിയുടെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരുന്ന വരെ നമ്മളിത് കുറച്ച് തീ കൂട്ടി വെച്ചിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ വെള്ളമൊക്കെ വറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചിക്കൻ മസാലയുടെ റെസിപ്പി ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ചേർത്താലും മതി. ചിക്കൻ മസാല ആകുമ്പോൾ കൂടുതൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ഈ മസാലയുടെ ഒരു പച്ചക്കുത്തൊക്കെ മാറി വരുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് സമയം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉരുളക്കിഴങ്ങിൽ മാത്രമേ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ ആ തക്കാളി അരച്ച ആ ഒരു മിക്സിയിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഉരുളക്കിഴങ്ങ് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതൊന്നും വെള്ളമൊന്നും ഞാൻ അളന്നിട്ടല്ല കേട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഉരുളക്കിഴങ്ങൊന്ന് മുങ്ങിക്കിടക്കുന്ന അത്രയും വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് നമ്മളൊന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ നോക്കട്ടോ. തിളച്ച് വരുമ്പോഴാണ് ഉപ്പിൻ്റെ ഒക്കെ ആ ഒരു പാകം നമുക്ക് കറക്റ്റായിട്ട് അറിയുള്ളൂ. അപ്പോൾ ഗ്രേവിക്കുള്ള ഉപ്പൊക്കെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇല്ലയെന്നുണ്ടെങ്കിൽ അത്യാവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ. ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതലായിട്ട് തന്നെ ഉപ്പ് വേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം. ഇനി നമുക്ക് വീണ്ടും ഇത് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചതിന് ശേഷം, ഉരുളക്കിഴങ്ങ് വേവിച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം പുളിപ്പില്ലാത്ത തൈരാണ് ഞാൻ ചേർത്തിട്ടുള്ളത് കേട്ടോ, യോഗട്ടാണ്. അപ്പോൾ സാധാ തൈരാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്താൽ മതി. പുളി കൂടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യാം. തൈരും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്നുകൂടെ ഒന്ന് അടച്ചു വെക്കാം.
ഉരുളക്കിഴങ്ങ് ഒരുപാട് വെന്ത് ഉടക്കരുത് കേട്ടോ, അപ്പോൾ നമുക്ക് കഷ്ണങ്ങൾ കിട്ടൂല. അപ്പോൾ അടച്ചു വെച്ചിട്ട് വേവിച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഒരുപാട് കറിയൊന്നും ഇങ്ങനെ ഒരുപാട് ചാറായിട്ട് വേണമെന്നുള്ളവരാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളത്തിലൊക്കെ വേവിച്ചെടുത്താൽ മതി. ഇത് നന്നായിട്ട് നല്ല കുറുകിയ മസാലയാണ് നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ ഇതായി വരുന്ന സമയത്ത് ഒരു ക്യാപ്സിക്കം അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കത്തിൻ്റെ കളവ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് എടുക്കാം. അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ കൂടുതൽ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് എടുത്താൽ മതി. ക്യാപ്സിക്കം കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്യാം. ഇനി ഒരുപാട് സമയം അടുപ്പിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഗ്രേവിയൊക്കെ നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങും നല്ല പോലെ തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെ, ചോറിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ ഒക്കെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റാണ്. സാധാരണ നിങ്ങൾ ഉരുളക്കിഴങ്ങ് കൊണ്ട് ഇതുപോലെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കുക. നല്ലൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.